നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ കൊനേരു ഹംപി ലോക റാപ്പിഡ് ചെസ് വനിതാ വിഭാഗത്തിൽ കിരീടമണിഞ്ഞു. 37-ാം വയസ്സിലാണ് കൊനേരു ഹംപി രണ്ടാമത്തെ തവണ കിരീടം സ്വന്തമാക്കുന്നത്. 7 വയസ്സുകാരിയുടെ അമ്മ കൂടിയാണ് കൊനേരു ഹംപി. അങ്ങനെ ദൊമ്മരാജു ഗുഗേഷിന് പിന്നാലെ ഇന്ത്യയിലേക്ക് മറ്റൊരു ചെസ് കിരീടം കൂടി കിട്ടിയിരിക്കുകയാണ്. ന്യൂയോർക്കിലെ വാൾസ്ട്രീറ്റിൽ നടന്ന ഫിഡെ ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിലാണ് ഇന്ത്യയുടെ താരം കിരീടം സ്വന്തമാക്കിയിരിക്കുന്നത്. 11-ാം റൗണ്ടിൽ ഇന്തോനേഷ്യയുടെ ഐറിൻ ഗരിഷ്മ സുഗന്ധറിനെ പരാജയപ്പെടുത്തിയാണ് 8.5 പോയിന്റോടെ ഹംപിയുടെ കിരീട നേട്ടം. 2019-ൽ മോസ്കോയിൽ കിരീടം നേടിയ ഹംപിയുടെ രണ്ടാം ലോക റാപ്പിഡ് ചെസ് കിരീടമാണിത്. ചൈനയുടെ യുവെന്യൂന് ശേഷം 2 തവണ ഫിദെ ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് നേടുന്ന താരമെന്ന നേട്ടവും ഹംപിക്ക് സ്വന്തമായി. കരിയറിലുടനീളം റാപ്പിഡ് ചാമ്പ്യൻഷിപ്പുകളിൽ സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുത്ത താരമാണ് ഹംപി. 2012-ൽ മോസ്കോയിൽ നടന്ന റാപ്പിഡ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കലവും കഴിഞ്ഞ വർഷം ഉസ്ബെക്കിസ്ഥാനിലെ സമർകണ്ടിൽ വെള്ളി നേടിയിട്ടുണ്ട്. ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗത്തിലാണ് ഇന്ത്യയുടെ കൊനേരു ഹംപി ജേതാവായത്. 15 മിനിറ്റ് സമയക്രമത്തിലുള്ള വേഗ ചെസ് മത്സരമാണ് റാപ്പിഡ്. 37-കാരി ഹംപിയുടെ രണ്ടാം ലോക റാപ്പിഡ് ചെസ് കിരീടമാണിത്. ചൈനയുടെ ഡിങ് ലിറനെ തോൽപ്പിച്ച് കൗമാരതാരം ഡി ഗുഗേഷ് ലോക ചെസ് ചാമ്പ്യനായി ആഴ്ചകൾക്കകം ഹംപിയിലൂടെ മറ്റൊരു നേട്ടം കൂടി ഇന്ത്യക്ക് സ്വന്തമാക്കാനായി. ഇത് ചെസ്സിനെ സംബന്ധിച്ച് അഭിമാന മുഹൂർത്തമായി. ഓപ്പൺ വിഭാഗത്തിൽ റഷ്യയുടെ 18-കാരൻ വോളോദർ മൂർസിനാണ് ജേതാവ്. ചാമ്പ്യൻഷിപ്പിനെത്തുമ്പോൾ താൻ മാനസികമായി പ്രയാസത്തിലായിരുന്നുവെന്നും കളിയിൽ നിന്ന് വിരമിക്കണോ എന്ന് പോലും ആലോചിച്ചിരുന്നുവെന്നും ഈ വിജയം ഏറെ മധുരിക്കുന്നതാണെന്നും ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് പോരാടാനും വീണ്ടും ചെസ്സിലേക്ക് തിരിച്ചു വരാനും ഇത് ഊർജ്ജം നൽകുമെന്നും ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം ജേതാവായ ശേഷം കൊനേരു ഹംപി പ്രതികരിച്ചു. ഹംപിയുടെ കരിയറിലെ രണ്ടാമത്തെ വനിതാ റാപ്പിഡ് കിരീടമാണിത്. ഇത്തവണ 11 റൗണ്ടിൽ നിന്ന് 8.5 പോയിന്റ് നേടിയാണ് ഹംപി ജേതാവായത്. ആദ്യ റൗണ്ടിലെ തോൽവിക്ക് ശേഷമാണ് ഹംപിയുടെ ശക്തമായ തിരിച്ചുവരവ്. 7 ഗെയിമുകൾ വിജയിച്ച് ഹംപി 3 കളി സമനിലയാക്കി. 2024-ലെ ഫിഡെ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ രണ്ടാമതെത്തിയ ശേഷം മോശം ഫോമിലായിരുന്ന ഹംപിയുടെ ഏറ്റവും മികച്ച പ്രകടനമാണിത്. ചൈനീസ് ഗ്രാൻഡ് മാസ്റ്റർ ജു വെൻജൂൻ രണ്ടാമതും റഷ്യയുടെ കാറ്ററീന ലാഗനും മൂന്നാമതുമെത്തി. റഷ്യയുടെ വോളോദർ മുർസിനാണ് ഓപ്പൺ വിഭാഗത്തിൽ ചാമ്പ്യൻ. പരാജയമറിയാതെ കളിച്ച ഈ 18-കാരൻ 13 റൗണ്ടിൽ നിന്ന് 10 പോയിന്റ് നേടി. ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ ലോക റാപ്പിഡ് ചാമ്പ്യനായി മുർസിൻ മാറി. 59-ാം സീഡായ മുർസിൻ മറ്റു പല പ്രമുഖരെയും തോൽപ്പിച്ചാണ് ഈ നേട്ടം കൈവരിച്ചത്. റഷ്യക്കാരായ അലക്സാണ്ടർ ഗ്രിഷൂക്ക് 2ാം സ്ഥാനവും യാൻ നീബോനീഷി 3ാം സ്ഥാനവും നേടി. 9 പോയിന്റ് നേടിയ ഇന്ത്യയുടെ അർജുൻ എറിഗൈസി 5ാമതെത്തി. ഡ്രസ് കോഡ് തെറ്റിച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്ന് മുൻ ലോക ചാമ്പ്യനും 1ാം നമ്പർ താരവുമായ മാഗ്നസ് കാൾസൺ പിന്മാറിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.